ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ എ4 സ്റ്റാർസ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പുതിയൊരു യൂണിറ്റ് തുടങ്ങാം. നമ്മൾ മേക്കിംഗ് എ മാംഗോ പിക്കിൾ കഴിഞ്ഞപ്പോൾ ഒരു 6ാം ക്ലാസ്സിൻ്റെ ഒരു സെക്ഷൻ, ഒരു ഇംഗ്ലീഷ് പാഠത്തിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് പോകുന്നത്. യൂണിറ്റ് 2 സ്റ്റിൽ ബി റൈസ് എന്നാണ് പേര്. അപ്പോൾ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് കൂടുതൽ ഒരു എന്താ പറയുക, ഒരു കൂട്ടുന്ന കിളി ഇങ്ങനെ പറന്നു പോകുന്നൊരു ഇതുണ്ട് കേട്ടോ. ഇതിങ്ങനെ പറന്നു പോകുന്ന ഒരു ഇതില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്, ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കും കൂടുതൽ ഈ യൂണിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് സിൻഡർല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാഠമാണ്. സിൻഡർല കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ 2-3 സെക്ഷനായിട്ട് വേണ്ടിവരും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് സെക്ഷൻ സിൻഡർല. ഒരു പ്രിൻസിൻ്റെ കഥ, ഒരു എന്താ പറയുക, പ്രിൻസസ് പെട്ടെന്നൊരു സെർവൻ്റായിട്ട് മാറുക, വീണ്ടും ഒരു പ്രിൻസസ് ആവുക. അപ്പോൾ അതങ്ങനെയൊക്കെ ഒരു അതിൽ കുറച്ച് ഇമാജിനറി ആയിട്ടുള്ളത്, ഏഞ്ചൽ വരിക, അങ്ങനെ കൂടുതൽ വുമൺസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള യൂണിറ്റാണ് ഇത്. കൂടുതൽ അവർക്ക് വേണ്ടിയിട്ട് അതാണ് ഈ പാഠം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സിൻഡർല ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ എന്താ പറയുക, വയ്യാണ്ട് കിടക്കുക. അടുത്തൊരു മോള് ഇരിക്കേണ്ട ഒരു പ്രിൻസസിൻ്റെ പോലത്തെ ഒരു പെൺകുട്ടി ഇരിക്കുന്ന ഒരു ചിത്രം ഇത് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഭവം നമുക്ക് നോക്കാം. ദ സിൻഡർ ഗേൾ. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ റിച്ച് മാൻ ഹു ലിവ്ഡ് ഹാപ്പിലി വിത്ത് ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ. വൺസ് അപ്പോൺ എ ടൈം, നമ്മൾ സാധാരണ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളെന്താ, വൺസ് അപ്പോൺ എ ടൈം, പണ്ട് ഒരു കാലത്ത്, അല്ലെങ്കിൽ പണ്ട് അങ്ങനെ നമ്മളൊരു ഇത് പറയും. അതിൻ്റെ നമ്മൾ ആ പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരു കാലത്ത്. അതാണ് അതിൻ്റെ അർത്ഥം. ഒരു കഥകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും പരീക്ഷയ്ക്കോ എന്തെങ്കിലും കാര്യത്തിന് കഥകളൊക്കെ എഴുതേണ്ടി വരുമ്പോൾ ആദ്യം ചേർക്കുക വൺസ് അപ്പോൺ എ ടൈം, പണ്ട് ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ റിച്ച് മാൻ ഹു ലിവ്ഡ് ഹാപ്പിലി വിത്ത് ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ. പണ്ട് ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ വളരെ സന്തോഷത്തിൽ ജീവിച്ചു. ആരുടെ ഒപ്പം? വിത്ത് ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ. ഡോട്ടറിൻ്റെ ഒപ്പം, മകളുടെ ഒപ്പം, ഭാര്യയുടെ ഒപ്പം വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു വരികയായിരുന്നു. വൺ ഡേ ഹിസ് വൈഫ് ഫെൽ സിക്ക്. പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖം പിടിപെട്ടു. വെൻ ഷീ ഫെൽറ്റ് ദാറ്റ് ഹെർ എൻഡ് വാസ് ഡ്രോയിങ് നിയർ. അവൾക്ക് മനസ്സിലായി, ഒരു ദിവസമായ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു. ആ അസുഖം വന്ന സമയത്ത് ഭാര്യയ്ക്ക് മനസ്സിലായി എൻ്റെ അന്ത്യം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ മരണം അടുത്തെത്തിയിരിക്കുന്നു. ഷീ കോൾഡ് ഹെർ ഓൺലി ഡോട്ടർ നിയർ ഹെർ ആൻഡ് സെഡ്, ഡിയർ ചൈൽഡ്, ബി ഗുഡ് ആൻഡ് പിയേഴ്സ് ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. അപ്പോൾ ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവളുടെ അമ്മ, സ്ത്രീ സ്വന്തം മോളെ, ആകെ ഒരു മോളേ ഉള്ളൂ, ആ മോളെ വിളിച്ചിട്ട് അടുത്ത് വെച്ചിട്ട് പറയാണ്, ഡിയർ ചൈൽഡ്, ബി ഗുഡ് ആൻഡ് പിയേഴ്സ് ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. എപ്പോഴും പറയാണ്, അമ്മ മോളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും വളരെ ഗുഡായിട്ട്, നല്ലവളും അതുപോലെ തന്നെ പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവഭക്തി, അല്ലെങ്കിൽ നല്ല ധർമ്മനിഷ്ഠയുള്ള, അല്ലെങ്കിൽ ദൈവഭക്തി, ദൈവത്തിനോട് എപ്പോഴും ഒരു എന്താ പറയുക, സ്നേഹവും ഒരു ഭക്തിയും കൂടിയിട്ട് ഇരിക്കുക. എപ്പോഴും അങ്ങനത്തെ ഒരാളായിട്ട് ഇരിക്കുക. നല്ല കുട്ടിയും അതുപോലെ ദൈവഭക്തിയുള്ള ഒരാളും കൂടി ആയിട്ട് ഇരിക്കുക. ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ദൈവഭക്തിയുള്ള ആൾക്ക് നീ ഗുഡായിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും നിന്നെ ദൈവം കെയർ ചെയ്യും, എപ്പോഴും നിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും, സംരക്ഷിക്കും. ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ. ഞാൻ എപ്പോഴും നിന്നെ ഹെവനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് നിന്നെ വീക്ഷിക്കുന്നുണ്ടാവും, നോക്കുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. ആൻഡ് വിൽ ബി വിത്ത് യു. എപ്പോഴും നിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും.
ആണ് പറയുന്നത്. അപ്പോൾ ഒരു ധനികനായിട്ടുള്ള ഒരാൾ സ്വന്തം മോളുടെയും അമ്മയുടെ ഒപ്പം ജീവിക്കുകയായിരുന്നു. നല്ല സന്തോഷത്തിൽ അവർ മൂന്നാളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാളുടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് അസുഖം വരുന്നത്. അവരുടെ ഒരേ ഒരു മോളാണ് സിൻഡർല. അപ്പോൾ സിൻഡർലേനെ വിളിച്ചിട്ട് അടുത്തിരുത്തിയിട്ട് പറയാണ്, എൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു, ഞാനിപ്പോൾ കുറച്ച് നേരം കൂടി അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി എനിക്ക് ആയുസ് ഉണ്ടാവുള്ളൂ. നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ എപ്പോഴും നല്ല കുട്ടിയും അതുപോലെ തന്നെ ദൈവഭക്തി ഉള്ളവളായിരിക്കുക. എപ്പോഴും നിൻ്റെ ഒപ്പം ദൈവം ഉണ്ടാവും, ദൈവം എപ്പോഴും നിന്നെ സംരക്ഷിക്കും. ഞാൻ എപ്പോഴും നിന്നെ ഹെവനിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും, വീക്ഷിക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും നിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും ചെയ്യുന്ന അമ്മ അവസാന വാക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഫസ്റ്റത്തെ പേജിൽ പറയുന്നത്. ആൻഡ് ദെൻ ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ. അങ്ങനെ പറഞ്ഞിട്ട് അവളുടെ കണ്ണുകൾ എന്നേക്കുമായിട്ട് മുഴുവനായിട്ട് തന്നെ എന്നേക്കുമായിട്ട് ഇനി തുറക്കാൻ പറ്റാത്ത രീതിയിൽ എന്നേക്കുമായിട്ട് അടച്ചു. എൻ്റെ അർത്ഥം മരിച്ചു. The maiden went every day to her mother's grave and wept. ഇവളെന്താ ചെയ്യുക? മെയ്ഡൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സിൻഡർല തന്നെയാണ്. അവൾ went എവറി ഡേ ടു ഹെർ മദേഴ്സ് ഗ്രേവ് ആൻഡ് വെപ്റ്റ്. ഇപ്പോൾ അവൾ എല്ലാ ദിവസവും അവൾ അമ്മയുടെ കുഴിമാടത്തിൽ ശവം വെച്ചെടുത്ത് അല്ലെങ്കിൽ ശവക്കല്ലറയിൽ പോയിട്ട്, ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശവക്കല്ലറ, എപ്പോഴും ശവക്കല്ലറയിൽ പോയിട്ട് ശവകുടീരത്തിൽ പോയിട്ട് എപ്പോഴും വെപ്റ്റ്, എപ്പോഴും തേങ്ങിക്കൊണ്ടേയിരിക്കും, കരഞ്ഞുകൊണ്ടേയിരിക്കും. ആൻഡ് റിമൈൻഡ് പിയേഴ്സ് ആൻഡ് ഗുഡ്. അത് മാത്രമല്ല, അവൾ എപ്പോഴും അവളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും അവൾ ചിന്തിക്കുക. ബി ഗുഡ് ആൻഡ് പിയേഴ്സ്. എപ്പോഴും അവൾ ഗുഡും പിയേഴ്സായിട്ട് ഇരുന്നു. വളരെ നല്ലവളും അതുപോലെ തന്നെ ദൈവഭക്തിയോടും കൂടിയിട്ട് അവൾ എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കാനായിട്ട് അവൾ ശ്രമിച്ചു. വെൻ വിൻ്റർ കെയിം ദ സ്നോ കവേർഡ് ദ ഗ്രേവ് വിത്ത് വൈറ്റ് കവറിങ്. അത് കഴിഞ്ഞ് എപ്പോഴും അവളിങ്ങനെ വെപ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവൾ ഗ്രേവിൻ്റെ അടുത്ത് പോയിട്ട് എപ്പോഴും വെപ്റ്റ് ചെയ്യും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സീസൺ മാറി വിൻ്റർ വന്നു. വിൻ്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം വന്നു. ദ സ്നോ കവേർഡ് ദ ഗ്രേവ് വിത്ത് എ വൈറ്റ് കവറിങ്. ഗ്രേവ് മഞ്ഞെന്താ ചെയ്ത്, സ്നോ എന്താ ചെയ്ത്, ഫുൾ ആ ഗ്രേവിനെ മൊത്തം മഞ്ഞ് കൊണ്ട് കവർ ചെയ്തു. ദെൻ ദ സൺ കെയിം ഇൻ ദ ഏർലി സ്പ്രിങ് ആൻഡ് മെൽറ്റഡ് ഇറ്റ് എവേ. അത് മാത്രമല്ല, മഞ്ഞുകാലം കഴിഞ്ഞ പാട് എന്താ വന്നു, സ്പ്രിങ് വന്നു, വസന്തകാലം വന്നു. സ്പ്രിങ് വന്നു. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നല്ല സൂര്യൻ്റെ ചൂട് നല്ലോണം ഏൽക്കുന്ന സമയമാണ് സ്പ്രിങ്. അപ്പോൾ ആ വസന്തകാലത്ത് ആ സ്പ്രിങ്ങിൽ ഈ മഞ്ഞൊക്കെ, ഈ ഗ്രേവിൽ മൂടിയിട്ടുള്ള മഞ്ഞൊക്കെ മെൽട്ടായിട്ട് പോയി, എല്ലാം അലിഞ്ഞ് പോയി. സൂൺ സിൻഡ്രലാസ് ഫാദേഴ്സ് മാരീഡ് അഗെയിൻ. പെട്ടെന്ന് തന്നെ അമ്മ മരിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ സിൻഡ്രലയുടെ ഫാദർ, അച്ഛൻ, വേറൊരു വിവാഹം ചെയ്തു. ദ ന്യൂ വൈഫ് വാസ് എ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. ന്യൂ വൈഫ് എന്താ? പുതിയ അമ്മയുടെ പ്രത്യേകത എന്താ? പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. പ്രൗഡ്, ഭയങ്കര അഹങ്കാരി, ഭയങ്കര അഭിമാനി, ഭയങ്കര അഹങ്കാരി. ഇവിടെ പ്രൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, പ്രൗഡ് സാധാരണ അഭിമാനത്തിൻ്റെ പറയാം, പക്ഷേ ഇവിടെ പ്രൗഡ് ഉദ്ദേശിക്കുന്ന അഹങ്കാരി എന്നുള്ള അർത്ഥത്തിലാണ്. ഭയങ്കര അഹങ്കാരിയും അൺകൈൻഡ്, ഒരു ദയോ ദാക്ഷിണ്യോ ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. അൺകൈൻഡ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ, ദുഷ്ട സ്ത്രീകളെ പറയാം അൺകൈൻഡ്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. അച്ഛൻ അപ്പോൾ വേറെ വിവാഹം ചെയ്തു. അത് ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ അഹങ്കാരി, ഒരു തരത്തിലുള്ള ദയോ ഒന്നുമില്ലാത്ത ഒരു ദുഷ്ട സ്ത്രീയായിരുന്നു. ദ ന്യൂ വൈഫ് ബ്രോഡ് ഹെർ 2 daughters അലോങ് വിത്ത് ഹെർ. അപ്പോൾ വൈഫിന് ഓൾറെഡി ഒരു 2 പെൺമക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഒപ്പം അവരുടെ 2 പെൺമക്കളെയും കൂടി കൊണ്ടുവന്നു. സോ ദേ വേർ ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ ഇൻ അപ്പിയറൻസ്. അവർ നേരിട്ട് കാണാൻ, അവർ അപ്പിയറൻസിൽ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ, കാണാൻ വളരെ സുന്ദരിമാൻ, വളരെ സൗന്ദര്യമുള്ളവരായിരുന്നു കാണാൻ. അറ്റ് ഹേർട്ട് ദേ വേർ വിക്ഡ് ആൻഡ് അഗ്ലി. പക്ഷെ അവരുടെ ഹേർട്ടോ, അവരുടെ മനസ്സോ വളരെ അഗ്ലി എന്ന് പറഞ്ഞാൽ വളരെ വിരൂപമായിട്ട്, വളരെ വികൃതമായിട്ട്, അതായത് അവരെ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളും ഫെയറും ആണ്, പക്ഷെ അവരുടെ ഉള്ളിൽ, അവരുടെ ഹാർട്ട്, അവരുടെ മനസ്സ് വളരെ ദുഷ്ടത്തരും നിറഞ്ഞതും അതുപോലെ വികൃതവുമാണ്, വളരെ ദുഷ്ട മനസ്സുള്ളവരായിരുന്നു. ആൻഡ് ദെൻ ബിഗൻ ദ ഈവിൾ ടൈംസ് ഫോർ ദ പുവർ ഗേൾ. ഈവിൾ ടൈംസ് എന്ന് പറഞ്ഞാൽ കഷ്ടകാലം. അവിടുന്ന് മുതൽ അച്ഛൻ വേറെ വിവാഹം കഴിച്ച് വന്നിട്ട് അമ്മയും അവരുടെ 2 മക്കളും വീട്ടിലേക്ക് വന്നതോട് കൂടിയിട്ട് അവളുടെ കഷ്ടകാലം അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചേഴ്സ് ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്. അവർ പറയുകയാണ്
ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്? നമ്മുടെ ഒപ്പം ഈ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ, ഇത്ര എന്താ പറയുക, സ്റ്റുപ്പിഡ് ക്രിയേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ മോശമായിട്ട്, മോശ നിർമ്മിതി എന്ന് പറയില്ല, അതാണ് ഇവിടെ വാക്കുകൊണ്ട്. പക്ഷെ ഉദ്ദേശിക്കുന്നത് സിൻഡർലേനെയാണ്. ഇത്രയും മോശപ്പെട്ട പെണ്ണ് നമ്മുടെ ഒപ്പം ഈ റൂമിൽ നമ്മുടെ ഒപ്പം ഇരിക്കുകയാണോ? അത്ര വളരെ അവർക്ക് വളരെ നാണക്കേട് എന്നുള്ള പോലെ പറയാൻ ചെയ്യണം. ആസ്കൃതയെ എപ്പോഴും അവർ പറഞ്ഞു കൊടുക്കും. ദോസ് ഹു ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. അവൾ എന്തെങ്കിലും ചെയ്തിട്ട് മാത്രമേ അവൾ ഭക്ഷണം കഴിക്കുള്ളൂ. അവൾ പിന്നെന്താ, അവൾ ആരുമല്ല, ഈ വീട്ടിൽ ആരുമല്ല, പക്ഷെ ആരാണ്? കിച്ചൺ മെയ്ഡാണ്. വീട്ടിലുള്ള അല്ലെങ്കിൽ അടുക്കളയിൽ പാചകം ചെയ്യേണ്ട ഒരു വേലക്കാരിയാണ്, കിച്ചൺ മെയ്ഡാണ്. They took away her pretty dresses and forced her to put on an old grey one. ഇവരെന്താ ചെയ്ത്, ഇവള് വളരെ നല്ല, പറഞ്ഞില്ല അച്ഛൻ വളരെ നല്ല ഒരു റിച്ച് മാനായിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ജീവിച്ചത് അമ്മ മരിക്കുന്നവരെ. അപ്പോൾ അതിന് ശേഷം ഇവർ പുതിയ വൈഫും മക്കളൊക്കെ വന്നതിന് ശേഷം അവരെന്താ ചെയ്യുക, ഇവളുടെ നല്ല നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് ദൂരെ കളഞ്ഞിട്ട് ഇവൾക്കൊരു ഓൾഡ് ഗ്രേ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് ഫോഴ്സ്ഡ് ടു വെയർ, അവളെ അത് ഇടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. അവളത് ഇട്ടു. ദേ ഓൾസോ ഗേവ് ഹെർ വുഡൻ ഷൂസ് ടു വെയർ. ഒരു മരത്തിൻ്റെ നല്ല ഷൂസൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവൾക്കൊരു മരത്തിൻ്റെ ഒരു പൊട്ട ഷൂ കൊടുത്തു. ദ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ലോഫഡ് അറ്റ് ഹെർ ആൻഡ് സെൻഡ് ഹെർ ടു ദ കിച്ചൺ. അവളുടെ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കളഞ്ഞു, അവളുടെ ചെരുപ്പൊക്കെ എടുത്ത് കളഞ്ഞു, എന്നിട്ട് നല്ല അവൾക്ക് എന്താണോ നല്ലതായിട്ടുള്ളതെല്ലാം എടുത്ത് ഉപേക്ഷിച്ചിട്ട് നല്ല എടുത്ത് കളഞ്ഞിട്ട് അവൾക്കൊരു ഓൾഡ് ഗ്രേ ഡ്രസ്സും അതുപോലെ വുഡൻ്റെ മരത്തിൻ്റെ ഒരു ചെരുപ്പും കൊടുത്തിട്ട് അവളെ കിച്ചണിലേക്ക് ഉന്തി തള്ളിവിട്ടു. There she was made to do heavy work from morning to night. Get up early in the morning. രാവിലെ എണീറ്റിട്ട് get up early in the morning. രാവിലെ എഴുന്നേറ്റിട്ട് അവൾ രാവിലെ മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ കിച്ചണിൽ കിടന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ വെച്ചുണ്ടാക്കി കൊടുത്തിട്ടും പണിയെടുക്കും ചെയ്തു. Draw water, make the fire, cook and wash. ഭക്ഷണം ഉണ്ടാക്കണം, അതുപോലെ ഫയർ ആക്കണം, മേക്ക് ദ ഫയർ, തീ കായെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാക്കണം. കുക്ക് ആൻഡ് വാഷ്, അലക്കണം, പാചകം ചെയ്യണം, വീട്ടിലത്തെ എല്ലാ ജോലിയും അവൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഇൻ ദ ഈവനിങ്സ് ഷീ വാസ് ക്വൈറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. ഒരു ദിവസം മുഴുവനുള്ള ഹാർഡ് വർക്ക്, ഈ കഠിനാധ്വാനം കാരണം അവൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, ഈവനിങ് ആകുമ്പോഴേക്കും വളരെയധികം ടയേർഡാവും. ആസ് ഷീ ഹാഡ് no bed to lie upon, she had to rest on the hearth among the cinders. അപ്പം തന്നെ അവൾക്ക് ഉള്ള ഈവനിങ് ആ ടയേർഡിൽ അവൾക്ക് പോയിട്ട് കെടുക്കാനൊരു സ്ഥലമില്ല, കെടുക്കാൻ പറ്റില്ല, അതുപോലെ കിടന്നുറങ്ങാൻ പറ്റില്ല, കെടുക്കാനുള്ള അവൾക്ക് നല്ലൊരു സ്ഥലവുമില്ല. ഷീ ഹാഡ് ടു റെസ്റ്റ് ഓൺ ദ ഹെർത്ത് എമംഗ് ദ സിൻഡേഴ്സ്. അവൾ എവിടെയാണ് കെടുക്കുക? അടുപ്പിനെയാണോ ഹെർത്ത് എന്ന് ഉദ്ദേശിക്കുക? ആ അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത്, അടുപ്പിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് എമംഗ് ദ സിൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചാരം, ഈ പാചകം ചെയ്തതിൻ്റെ വിറകിൻ്റെ ചാരം ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും, അവിടെയാണ് അവൾ കെടുക്കുക. അവൾക്ക് കെടുക്കാൻ പോലും കിടന്നുറങ്ങാൻ പോലും അവൾക്കൊരു നല്ലൊരു സ്ഥലമില്ല. ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി. അവളെ കാണാൻ ശരിക്കും ഡസ്റ്റി ആൻഡ് ഡേർട്ടിയാണ്, എപ്പോഴും പൊടി പിടിച്ചിട്ടും വളരെ വൃത്തിയായിട്ട ഒരു വേഷത്തിലാണ് അവളെ എപ്പോഴും എല്ലാവരും കാണുന്നത്. ആസ് ഷീ സ്ലെപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ കെടുക്കുക, സിൻഡേഴ്സിൽ കിടന്നുറങ്ങും. സോ ദേ നെയ്മഡ് ഹെർ സിൻഡ്രല. ഇതാണ് സിൻഡ്രലയുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു കഷ്ടകാലം, അല്ലെങ്കിൽ ഇതാണ് സിൻഡ്രല. ആരും നല്ല രീതിയിൽ ജീവിച്ചു, അമ്മ മരിക്കുന്നവരെ, അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ വേറെ വിവാഹം കഴിച്ചിട്ട് അവർ വന്നതോടുകൂടി അവളെ കഷ്ടകാലം തുടങ്ങുകയാണ്. ഇതൊക്കെയാണ് അവളുടെ അവസ്ഥ എന്നാണ് ഇത്ര നേരം പറഞ്ഞത്. ഷീ ഈസ് സിൻഡ്രല. അടുത്തൊരു സെക്ഷൻ, ദ മാജിക് ബിഗൈൻസ്. അവിടുന്ന് മുതൽ മാജിക് ബിഗൈൻസ്, മാജിക് തുടങ്ങാണ്. ദ മാജിക് ബിഗൈൻസ്. One day, the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. അപ്പം
ഇവിടെ മുതലാണ് നമ്മുടെ മാജിക് കഥയിലെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. വൺ ഡേ ദ യങ് പ്രിൻസ് ഓഫ് ദ ലാൻഡ് ഇൻവൈറ്റഡ് ഓൾ ദ യങ് ഗേൾസ് ഓഫ് ദ കിങ്ഡം ടു എ ബോൾ പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ് ഫ്രം എമംഗ്സ്റ്റ് ദം. അപ്പം ആ നാട്ടിലത്തെ ആ കിങ്ഡത്തിലെ രാജാവ് പ്രിൻസ് രാജകുമാരൻ ഒരു ബോൾ സങ്കല്പിക്കണം. ബോൾ എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫുട്ബോളോ ഹാൻഡ് ബോളോ ബാസ്ക്കറ്റ് ബോളോ ഒന്നല്ല. നമ്മുടെ ബോളെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു നൃത്തശാലയാണ്. ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അതാണ് ബോളെന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു നൃത്ത ചടങ്ങ് അല്ലെങ്കിൽ ഒരു നൃത്തശാല അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡാൻസ് പാർട്ടി, അത് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ യങ് പ്രിൻസ് ആ കിങ്ഡത്തിലേക്ക് ലാൻഡ് ചെയ്തിട്ട് അവരുടെ കിങ്ഡത്തിലുള്ള എല്ലാ ഗേൾസിനെയും ആ ബോളിലേക്ക് അല്ലെങ്കിൽ ആ ഡാൻസ് പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചൂസ് ഹിസ് പ്രിൻസസ് ഫ്രം എമംഗ്സ്റ്റ് ദം. അപ്പോൾ ആ ഡാൻസിന് വരുന്ന ഗേൾസിൽ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രിൻസസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു പ്ലാനിങ് ആണ് ഇത്, ആ ബോൾ എന്ന് പറയുന്നത്. സിൻഡ്രലാസ് സിസ്റ്റേഴ്സ് വേർ ഡിലൈറ്റഡ് ഓൺ ഹിയറിങ് ദിസ് ഇൻവിറ്റേഷൻ. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ കേട്ടതോടുകൂടി സ്വാഗതം ഈ എന്താ പറയുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ഈ സിൻഡ്രലയുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വളരെയധികം ഹാപ്പിയായി. അവർക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി വളരെയധികം ത്രില്ലായി. They selected the best gowns. They dressed their hairs. അവർക്കുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഡ്രസ്സ് തന്നെ ഗൗൺസ് തന്നെ സെലക്ട് ചെയ്ത് ധരിച്ചു. ദേ ഡ്രസ്ഡ് ദെയർ ഹെയർസ്. അവരുടെ ഹെയറിനൊക്കെ നല്ല സുന്ദരാക്കി വെച്ചു, കവർ ചെയ്ത് വെച്ചു. ബട്ട് ദേ വെർ നോട്ട് ടേക്കിംഗ് സിൻഡ്രലാസ് വിത്ത് ദം. പക്ഷെ അവരൊരിക്കലും ഒരു രീതിയിലും സിൻഡ്രലേനെ അവരുടെ ഒപ്പം കൂട്ടാനോ ഒപ്പം കൊണ്ടുപോകാനോ അവർ തയ്യാറായില്ല. You can go when beggars hold a ball, they told her. അവരെന്താ അവളോട് പറഞ്ഞത്? നീ പൊയ്ക്കോ, ഒരു ബോളിൻ്റെ അടുത്ത് പൊയ്ക്കോ. പക്ഷേ ആരാക്കണം ബോളിന്? ബെഗേഴ്സ്, യാചകന്മാർ, ഭിക്ഷക്കാർ ഭിക്ഷക്കാർ നടത്തുന്ന ഏതെങ്കിലും ബോൾ പാർട്ടിയിൽ ഡാൻസ് പാർട്ടിയിൽ നീ പോയാൽ മതി, നീ ഞങ്ങളുടെ ഒപ്പം വരണ്ടാന്ന് ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവളോട് പറഞ്ഞു. comb our hair, brush our shoes and make our buckles fast. We are going to the princess ball. അവരെല്ലാവരും അവളോട് ആജ്ഞാപിക്കുക ചെയ്യണം. എൻ്റെ ഡ്രസ്സ് ശരിയാക്കി തരൂ, എനിക്ക് മുടി ശരിയാക്കി തരൂ, മുടി ചീക്കി തരൂ, അതുപോലെ എൻ്റെ ഷൂസ് തുടച്ചു തരൂ, എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യൂ, ഞങ്ങൾ പ്രിൻസസിൻ്റെ ബോളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് അവളോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെൻ ഷീ ഹിയർഡ് ദി സിൻഡ്രലാസ് കുഡ് നോട്ട് ഹെൽപ്പ് ക്രൈയിങ് ഫോർ ഷീ ടു ലൈക്ക്ഡ് ടു ഗോ ടു ദ പാർട്ടി. പക്ഷെ അവൾക്ക് ഇതൊന്ന് കേട്ടിട്ട് അവൾക്ക് ഒന്ന് കരയാൻ പോലും പറ്റിയില്ല. അവൾക്ക് ഈ പാർട്ടിയിലേക്ക് എങ്ങനെയെങ്കിലും പോകണം, പാർട്ടിയിൽ പങ്കെടുക്കാനല്ല, പാർട്ടി എങ്ങനെയെങ്കിലും കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന് അവൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഷീ ബെഗ്ഡ് ഹെർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹെർ എലോങ്. അവരുടെ ഒപ്പം കൊണ്ടുപോകാൻ വേണ്ടി, എന്നെ അവരുടെ ഒപ്പം പോകാൻ വേണ്ടി ഞാൻ അവരുടെ ഒപ്പം പോയിക്കോട്ടെ എന്ന് സ്റ്റെപ്പ് മദറിനോട് അവൾ ചോദിച്ചു. ബട്ട് യു സിൻഡ്രല, in all your dust and dirt, you want to go to the ball. You have no dress and no shoes. You want to dance? She turned her back to Cinderella and hurriedly set out with her two proud daughters. അപ്പോൾ പറയാണ്, what you Cinderella, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, നീ എന്താണ് പറയണത്? ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡർട്ട്, നിൻ്റെ ഈ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഈ ചളിയുടെ ഇടയിലേക്ക് ചളിയും കൊണ്ട് അല്ലെങ്കിൽ ഈ മുഷിച്ച ഈ വേഷം കൊണ്ടാണോ നിനക്ക് പോകേണ്ടത്? യു വാണ്ട് ടു ഗോ ടു ദ ബോൾ, നീ ഈ വേഷത്തിലാണോ നീ പോണത്? നിനക്ക് യു ഹാവ് നോ ഡ്രസ് ആൻഡ് നോ ഷൂസ്, നിനക്കൊരു നല്ല ഡ്രസ്സോ നല്ലൊരു ഷൂസോ ഒന്നുമില്ല. യു വാണ്ട് ടു ഡാൻസ്, നീ ഡാൻസ് കളിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഷി ടേൺ ഹെർ ബാക്ക് to Cinderella and hurriedly set out with her two proud daughters. അവളെന്താ സിൻഡ്രലേനെ പരമാവധി ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യുന്നു, വളരെ
എന്താ തരം താഴ്ത്തിയിട്ട് പറയുന്നത്, എനിക്കൊരു നല്ല ഡ്രസ്സോ നല്ലൊരു ഷൂസോ ഇല്ല, നീ എന്തിനാണ് പോകണമെന്ന് പറയുന്നത്, എനിക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യം, ഡാൻസ് കളിക്കാനാണോ നീ പോണത്, എന്തിനാണ് നീ പോകുന്നത്, എനിക്കൊരു നല്ല നിൻ്റെ ഈ മുഷിഞ്ഞ വേഷത്തിലാണോ നീ പോകുന്നത്, നീ നിൻ്റെ സിസ്റ്റേഴ്സിനെ കണ്ട് പഠിക്കുന്നുണ്ട്, അവരുടെ ഡോട്ടേഴ്സിനെ പരമാവധി പുകഴ്ത്തി, പരമാവധി ഇങ്ങനെ എന്താ പറയുക അഭിമാനത്തോട് കൂടിയിട്ട് വളരെ അത് എന്താ പറയുക ഇങ്ങനെ വളരെ പൊങ്ങച്ചം പറഞ്ഞു. When Cinderella lost sight of them, she felt very sad. അവൾക്ക് വളരെയധികം വിഷമായി ഇത് കേട്ടതോടുകൂടി. ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. അവൾ കരയാൻ തുടങ്ങി. ടീയേഴ്സ് റോൾഡ് ഡൗൺ ഹെർ ചീക്സ്. അവളുടെ കവളിലൊക്കെ കണ്ണുനീരിങ്ങനെ ഉറ്റിക്കൊണ്ടേയിരുന്നു. ഷീ തോട്ട് ഓഫ് ഹെർ ഓൺ മദർ. അവളുടെ സ്വന്തം അമ്മേനെ പറ്റിയിട്ട് ആലോചിച്ചു. ഇഫ് മൈ മദർ ഹാഡ് ബീൻ അലൈവ് ഷീ കുഡ് ഹാവ് സെൻറ്റ് മീ ടു ദ ബോൾ. എനിക്കിപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും എന്നെ ആ ബോളിലേക്ക് അല്ലെങ്കിൽ ആ ഡാൻസ് പാർട്ടിയിലേക്ക് സെൻഡ് ചെയ്യായിരുന്നു, പറഞ്ഞയക്കുമായിരുന്നു. അവൾ ചിന്തിക്കുകയാണ്, അവളുടെ അമ്മേനെ പറ്റി ചിന്തിച്ചിട്ട് കരയാണ് ചെയ്യുന്നത്. സഡൻലി ഷീ ഹിയർഡ് എ വോയിസ്. പെട്ടെന്ന് അവളൊരു സൗണ്ട് കേട്ടു. യു വിൽ സെറ്റൻലി ഗോ ടു ദ ബോൾ. നിനക്ക് എന്തായാലും ആ ബോളിലേക്ക് അല്ലെങ്കിൽ ആ ഡാൻസ് പാർട്ടിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അശരീരി പോലെ അവൾ കേട്ടു. ഐ ആം യുവർ ഫെയറി ഗോഡ് മദർ. ഞാൻ നിൻ്റെ ഗോഡ് മദറാണ്. ഫെയറി ഗോഡ് മദർ, ദൈവം അയക്കുന്ന ഗോഡ് മദർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം പറയില്ലേ, അങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സിൻഡ്രല്ല ടേൺഡ് അറൗണ്ട്. സിൻഡ്രല്ല ചുറ്റും നോക്കി. ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ. ഒരു ഫെയറി, ഒരു മാലാക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രൂപം, അല്ലെങ്കിൽ ആ ഒരു ദൈവ ചൈതന്യമുള്ള രൂപം അവളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. ഐ ആം എ ക്യൂൻ ഓഫ് ഫെയറീസ് ഷീ സെഡ്. ഞാൻ സുന്ദരിമാരിലെ രാജകുമാരിയാണ്, സുന്ദരിമാരുടെ രാജകുമാരിയാണ്, സുന്ദരിമാരിലെ രാജ്ഞിയാണ് ഞാൻ. ഷീ സെഡ് ഐ വിൽ സെൻഡ് യു ടു ദ ബോൾ. ഞാൻ എന്തായാലും നിന്നെ ആ ബോളിലേക്ക് അല്ലെങ്കിൽ ആ ഡാൻസ് പാർട്ടിയിലേക്ക് പറഞ്ഞേക്കും. വെൽ സെഡ് ഹെർ ഗോഡ് മദർ, ബി എ ഗുഡ് ഗേൾ ആൻഡ് ഐ വിൽ കൺട്രൈവ് ദാറ്റ് യു ഷാൽ ഗോ. She went with Cinderella into her chamber and told her, run into the garden and bring me a pumpkin. അവൾ പറയാണ്, ഞാൻ നിന്നെ അങ്ങോട്ട് സെൻഡ് ആവാം, നീ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷീ വെൻറ്റ് വിത്ത് സിൻഡ്രല്ല ഇൻ ടു ദ ചാമ്പർ ആൻഡ് ടോൾഡ് ഹെർ റൺ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് ബ്രിങ് മീ എ പംകിൻ. നീ വേഗം തന്നെ ഗാർഡനിലേക്ക് പോയിട്ട് ഒരു മത്തങ്ങ കൊണ്ടുവരാനാണ് പറയുന്നത്. ഫെയറി പറയാണ് ചെയ്യുന്നത്. Cinderella went immediately to gather the finest pumpkin she could get and brought it to her godmother. അവൾ പെട്ടെന്ന് തന്നെ ഗാർഡനിലേക്ക് പോയിട്ട് വേഗം ഒരു പംകിൻ എടുത്തിട്ട് വേഗം ഫെയറി മദർക്ക്, ഗോഡ് മദർക്ക് കൊണ്ടു കൊടുക്കുക ചെയ്യണം, നല്ലത് നോക്കിയിട്ട് കൊണ്ടു കൊടുക്കുക ചെയ്യണം. ഷീ കുഡ് നോട്ട് ഇമാജിൻ ഹൗ ദിസ് പംകിൻ കുഡ് ഹെൽപ്പ് ഹെർ ഗോ ടു ദ ബോൾ. അവൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഈ വെറും ഒരു പംകിൻ, ഒരു മത്തങ്ങ എങ്ങനെയാണ് എന്നെ ബോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അവൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ദ ഫെയറി വേവ്ഡ് എ മാജിക് വാൻ ഓവർ ദ പംകിൻ. ആ പംകിൻ്റെ മുകളിൽ ഫെയറി എന്താ ചെയ്ത്, ആ മാജിക് ബാൻഡ് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ നമ്മൾ ഈ മാജിക് ഷോയിലൊക്കെ കാണില്ല, ഇങ്ങനെ പംകിൻ്റെ മുകളിൽ ഇങ്ങനെ നാക്കി. സഡൻലി ദ പംകിൻ ചേഞ്ച്ഡ് ഇൻ ടു എ റെഡ് കോച്ച്. പെട്ടെന്ന് ആ പംകിൻ ഒരു റെഡ് കോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രഥം, പണ്ടുള്ള ഒരു രാജകുമാരിയൊക്കെ സഞ്ചരിക്കുന്ന രഥം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പെട്ടെന്ന് ഒരു റെഡ് കോച്ചായിട്ട് മാറി, പംകിൻ ഒരു റെഡ് കോച്ചായിട്ട് മാറി. Then the fairy said, you will travel in this coach to the palace. നിനക്ക് ഈ പാലസിലേക്ക് ഈ റെഡ് കോച്ചിൽ ഈ കോച്ചിൽ കയറിയിട്ട് നിനക്ക് പാലസിലേക്ക് പോവാം, അല്ലെങ്കിൽ ആ ബോളിലേക്ക് പോവാം. ബട്ട് വി മസ്റ്റ് ഹാവ് ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. അപ്പോൾ പറയാണ്, എനിക്ക് പക്ഷേ പോണെങ്കിൽ എന്തായാലും കുതിരകൾ വേണമെന്ന് പറയാണ്. There is a
ബട്ട് വി മസ്റ്റ് ഹാവ് ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. പക്ഷെ നമുക്ക് എന്തായാലും കുതിരകളെ വേണം. അങ്ങോട്ട് പോകണമെങ്കിൽ രഥം മാത്രം പോരാ, കുതിരകളെയും കൂടി വേണം. ദർ ഈസ് എ മൗസ് ട്രാപ്പ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് യുവർ ഹൗസ്. നിൻ്റെ വീട്ടിൻ്റെ ബേക്കിലായിട്ട് ഒരു മൗസ് ട്രാപ്പ്, ഈ എലിക്കണി എന്ന് പറയില്ലേ, അത് ഇരിക്കുന്നുണ്ട് എന്ന് പറയാണ്. ബ്രിങ് ഇറ്റ് ടു മീ. അത് എനിക്ക് എടുത്തുകൂടാ, ആ എലിക്കണി എനിക്ക് എടുത്തിട്ട് കൊണ്ടു തായോ എന്ന് പറയുന്നത്. സിൻഡ്രല്ല വെൻറ്റ് ഔട്ട് ആൻഡ് ബ്രോട്ട് ദ മൗസ് ട്രാപ്പ്. വേഗം തന്നെ സിൻഡ്രല്ല പോയിട്ട് ആ മൗസ് ട്രാപ്പ് എടുത്തിട്ട് കൊണ്ടുവന്നു. There were 6 mice in it. അതിലൊരു 6 മൗസ് 6 എലിക്കുട്ടികൾ ഉണ്ടായിരുന്നു. The fairy waved the magic wand over it and all the mice were turned into 6 white horses. ആ 6 മൈസസിൻ്റെ മുകളിൽ കൂടെ സിൻഡ്രല്ല ഫെയറി ഗോഡ് മദർ എന്താ ചെയ്തു, ഒരു മാജിക് വാൻഡ് എടുത്തിട്ട് ഒരു മാജിക് കാണിച്ചു. ഇങ്ങനെ എന്താ പറയുക, വെതറി അത് ഈ 6 മൗസസും ടേൺഡ് ഇൻ ടു 6 ഹോഴ്സസ്. 6 മൗസസും എന്തായിട്ട് മാറി, 6 കുതിരകളായിട്ട് മാറി. ലുക്കിംഗ് അറ്റ് ദ കോച്ച് ആൻഡ് ദ ഹോഴ്സസ് ദ ഫെയറി സെഡ്, നൗ വി ഹാവ് എ കോച്ച് ടു ട്രാവൽ ഇൻ ദ 6 ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. ഈ കോച്ചുമായി ഇപ്പോൾ കോച്ചുമായി അതുപോലെ ഹോഴ്സസുമായി. ഈ കോച്ചിൽ നിനക്ക് പോവുകയും ചെയ്യാം, ഈ ഹോഴ്സസ് നിന്നെ പാലസിലെത്തിക്കുകയും ചെയ്യും. ബട്ട് വി ഹാവിൻറ്റ് എനി ഫുട്മാൻ. പക്ഷേ എനിക്കൊരു ഫുട്മാൻ ഇല്ല. ഫുട്മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എന്താ പറയുക, പ്രിൻസസ് പോകുമ്പോൾ അവരുടെ ഒപ്പം പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഭടന്മാർ, അവർ ഇല്ല എന്ന് പറയാണ്. ഗോ അഗെയിൻ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് യു വിൽ ഫൈൻഡ് 6 ലിസാർഡ് ബിഹൈൻഡ് ദ വാട്ടറിംഗ് പോട്ട്. നീ എത്രയും പെട്ടെന്ന് അപ്പോൾ എന്താ പറയുക, കോച്ചായി പോകാനുള്ള കോച്ചായി, അതുപോലെ ഹോഴ്സസുമായി. പക്ഷെ ഇനി എന്താ വേണ്ടത്, ഫുട്മാനാണ് വേണ്ടത്. അപ്പോൾ ഫെയറി ഗോഡ് മദർ എന്താ പറഞ്ഞു, വേഗം തന്നെ ഒന്നുകൂടിയും ഗാർഡനിലേക്ക് പോവുക. അവിടെ വാട്ടറിങ് ഒരു പോട്ടിൽ അവിടെ ലിസാർഡ്, എത്ര ലിസാർഡ്, 6 ലിസാർഡ്സ്. അവിടെ 6 ലിസാർഡ്സ് എന്ന് പറഞ്ഞാൽ പല്ലികൾ, 6 പല്ലികൾ ഒരു പോട്ടിൽ, ഒരു പാത്രത്തിൽ, വാട്ടറിങ് പോട്ടിൽ ഉണ്ടാവും. ബ്രിങ് ദം, അവയെ എടുത്തു കൊണ്ടുവരാനാണ് പറയുന്നത്. വെൻ സിൻഡ്രല്ല ബ്രോട്ട് ദ ലിസാർഡ്സ് ദ ഫെയറി ചേഞ്ച്ഡ് ദം ഇൻ ടു ഫുട്മെൻ. നമ്മുടെ സിൻഡ്രല്ല എന്താ ചെയ്ത്, വേഗം തന്നെ ഗാർഡനിലേക്ക് പോയിട്ട് ആ വാട്ടറി പോട്ടിലുള്ള 6 ലിസാർഡ്സിനെ എടുത്തു കൊണ്ട് വന്നിട്ട് ഫെയറിക്ക് കൊടുത്തു. ഫെയർ എന്താ ചെയ്തത്, ഫെയർ എത്രയും പെട്ടെന്ന് അതിനെ മാജിക് കാണിച്ചിട്ട് അത് ഫുട്മെനായിട്ട് മാറി, 6 ഫുട്മെനായിട്ട് മാറി. ദ ഫുട്മെൻ ബോവ്ഡ് അറ്റ് ഹെർ. ഫുട്മെന് അവളെ പൊതിഞ്ഞിട്ട് അവളെ അങ്ങനെ എന്താ പറയുക, ഭടന്മാരൊക്കെ നിൽക്കണ പോലെ നിന്നു. ദേ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്. എന്തായിരുന്നു വസ്ത്രം, വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്. ബ്ലൂ ആൻഡ് നീലയും മഞ്ഞയും ചേർന്നിട്ടുള്ള വസ്ത്രങ്ങൾ അവർ ധരിച്ചിട്ടുണ്ടായിരുന്നു. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം. സിൻഡ്രല്ല വളരെ ഹാപ്പി ആയിരുന്നു, അവരെ കണ്ടതോടുകൂടി വളരെ ഹാപ്പിയായി. ബട്ട് ഷീ ബിക്കെയിം സാഡ് വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ ക്ലോത്ത്സ്. അവളെന്താ ചെയ്തത്, ഇതും കൂടി ആയപ്പോൾ കോച്ചായി, അതുപോലെ കുതിരകളായി, പിന്നെ ഫുഡ്മാനായി, ഇതൊക്കെ ആയതുകൊണ്ട് അവൾ അടുത്ത വിഷമം എന്തായിരുന്നു, ഇതൊക്കെ കാണാൻ അവൾ ഹാപ്പി ആയെങ്കിൽ അവൾ മുഴുവനായിട്ട് ഹാപ്പി ആയില്ല. അവളെ ഡ്രസ്സിലേക്ക്, വസ്ത്രത്തിലേക്ക് അവളൊന്ന് നോക്കി, വിഷമത്തിൽ നോക്കി. ഐ കാനോട്ട് ഗോ ഇൻ ദിസ് റാക്സ് ഷീ സെഡ്. അവൾ പറയാണ്, എനിക്ക് റാക്സ് എന്ന് ഉദ്ദേശിക്കുന്ന വസ്ത്രത്തിനെയാണ്. ഐ കാനോട്ട് ഗോ ഇൻ ദിസ്, എനിക്ക് ഈ മുഷിഞ്ഞ വസ്ത്രത്തിൽ ഒരിക്കലും അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. ഐ വിൽ ഗിവ് യു വണ്ടർഫുൾ ക്ലോത്ത്സ് ദ ഫെയറി സെഡ്. ഫെയറി പറഞ്ഞു, ഞാൻ നിനക്ക് എന്തായാലും ഒരു നല്ല വസ്ത്രം തരാം. ദ ഫെയറി ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹെർ മാജിക് വാൻഡ്. ആ മാജിക് വാൻഡ് വെച്ചിട്ട് സിൻഡ്രല്ലേനെ ഒന്ന് തൊട്ടു. അപ്പം എന്താ, ഹെർ റാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. നല്ല സിൽക്കും ഗോൾഡും ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സായിട്ട് മാറി. അവളിട്ട ഡ്രസ്സ് മാറിയിട്ട് നല്ലൊരു സിൽക്കും ഗോൾഡൊക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് മാറി. ദർ വേർ ഡയമണ്ട്സ് ഇൻ ഹെർ ഹെയർ. അപ്പോൾ അവളുടെ ഹെയറിൽ ഡയമണ്ടൊക്കെ വന്നു. അതുപോലെ ഷീ വോർ 2 പ്രിറ്റി ഗ്ലാസ് ഷൂസ്. നല്ല ഗ്ലാസിൻ്റെ ഷൂസ്, അവളെ തലയിൽ ഡയമണ്ട്, അതുപോലെ സിൽക്കും ഗോൾഡൊക്കെ നിറഞ്ഞിട്ടുള്ള വസ്ത്രങ്ങൾ ഒക്കെ ആയി. ദെൻ ദ ഫെയറി സെഡ്, യു ക്യാൻ ഗോ ടു ദ ബോൾ നൗ. ഇപ്പം നിനക്ക് ആ ബോളിലേക്ക് അല്ലെങ്കിൽ ആ ഡാൻസ് പാർട്ടിയിലേക്ക് പോകാൻ നീ റെഡി ആയിട്ടുണ്ട്. ബട്ട് റിമെമ്പർ ദ മാജിക് എൻഡ്സ് അറ്റ് 12 o'clock. You must return
ഹോം ബിഫോർ ദാറ്റ് ടൈം. പക്ഷേ ഈ മാജിക് കാണിച്ചിട്ട് അവളുടെ എല്ലാ വിഷമവും മാറ്റിയിട്ട് അവളിനെ ആ ബോളിലേക്ക്, ആ ഡാൻസ് പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. പക്ഷേ ഈ മാജിക് എപ്പോഴാണ് നിൽക്കുക? 12 മണി വരെ ഈ മാജിക്കിന് ഇതുള്ളൂ, എന്തുള്ള ഐസുള്ളൂ. അല്ലെങ്കിൽ 12 മണിയാകുമ്പോഴേക്ക് മാജിക്ക് കറക്റ്റ് 12 മണിക്ക് മാജിക്ക് നിൽക്കും. ഒക്കെ പഴയതുപോലെ തന്നെ ആവും. അതുകൊണ്ട് ഈ 12 മണിക്കുള്ളിൽ നീ എത്രയും വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തണം, അല്ലെങ്കിൽ മാജിക്ക് അവിടെ നിൽക്കും എന്ന് പറയാണ്. ഇതാണ് 2 പാർട്ട്. സിൻഡ്രല്ല എന്നുള്ള പാഠത്തിലെ 2 ഭാഗങ്ങളാണ്. ഒന്ന് ദ സിൻഡർ ഗേളും അതുപോലെ ദ മാജിക് ബിഗൈൻസും. 2 ഭാഗം എടുത്തു. വീഡിയോ കുറച്ച് ലെങ്തി ആവും ഫുൾ എടുക്കുമ്പോൾ. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് അടുത്ത ഭാഗത്തിലെടുക്കും.